ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എവിടെ നോക്കിയാലും GTA 6 പറ്റിയുള്ള സംസാരം മാത്രമേ ഉള്ളല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ ഇതൊക്കെ കാണുന്ന ഈ സോഷ്യൽ മീഡിയയുടെ പാതി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വന്നിട്ട് 3 വർഷം ആവുന്നുള്ളൂ. 2013 GTA 5 എന്ന് പറയുന്ന ഒരു ഗെയിം ഇറങ്ങുമ്പോൾ അത് എന്തുമാത്രം ഇമ്പാക്റ്റ് ആണ് ആ കാലങ്ങളിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരട്ടെ. 2013 സെപ്റ്റംബർ 17 ഈ GTA 5 ലോഞ്ച് ആവുന്നത്. ഇന്ന് ഈ കാണുന്ന PS5 അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ജനറേഷനായിട്ട് PS4 വേണ്ടിയായിരുന്നില്ല, PS3 അതുപോലെ Xbox 360 എന്ന മോഡലിലേക്കും വേണ്ടിയിട്ടാണ് അന്ന് ഈ ഗെയിം ലോഞ്ച് ചെയ്തത്. ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഡൗൺലോഡുകളൊന്നും ഫേമസ് ആയിരുന്ന സമയമൊന്നുമല്ല. കളിക്കണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ CD തന്നെ വേണം. മിഡ് നൈറ്റ് 12 മണിക്കാണ് ഈ ഗെയിം ലോഞ്ച് ആവുന്നത്. ആ സമയത്ത് ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല ഗെയിമിംഗ് ഷോപ്പുകളും CD കടകളും ഒരു ഗെയിമിന്റെ CD വിൽക്കാനായിട്ട് ഷട്ടർ തുറന്നു വെച്ചിരുന്ന ഒരു ദിവസം 12 മണിക്ക് കോടാനുകോടി ആൾക്കാർ ഉറക്കം വരെ കളഞ്ഞ് ക്യൂ നിന്ന് ചാള പൊരിക്കാനിട്ടാണ് അട്ടിയിട്ട് കിടന്ന ദിവസം. അന്ന് ആ CD കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പവറാണ്. കിലോമീറ്ററോളം നീളുന്ന ക്യൂ, അതും വെളുപ്പിന് രാവിലെ വരെ തണുപ്പത്ത് കടകൾക്ക് മുന്നിൽ ടെന്റ് അടിച്ച ആൾക്കാർ കിടന്നു. അന്ന് ലോകമെമ്പാടും ആ കടകൾക്ക് മുമ്പിൽ ടെന്റ് അടിച്ച് കിടന്ന എന്റെയൊക്കെ ജനറേഷൻ പോലും അല്ല, എൻ്റെ മുന്നേ ഉള്ള ജനറേഷൻ ആയിരുന്നു. ഞാനൊക്കെ ആ സമയത്ത് 9 മറ്റോ പഠിക്കുക. ഞാൻ 99 എൻ്റെ മുമ്പേ ഉള്ള വേറൊരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ജനറേഷൻ ആയിരുന്നു. ആ സമയത്ത് കാറ്റും മഴയും തണുപ്പും ഒക്കെ കൊണ്ടിട്ട് നീണ്ട നിരയിൽ നിന്നിട്ട് CD വാങ്ങാൻ നിന്നൊരു കാഴ്ച നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാനെങ്കിലും പറ്റുമോ? വീട്ടിൽ ഇരുന്ന് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ പൈസ മേടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന ഹൈപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 10 പേരെ അറിയാനുള്ള ഒരു പ്ലാറ്റ്ഫോം പോലും അന്നില്ല. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് 815 മില്യൺ ആണ് ആ ഗെയിം വാരിക്കൂട്ടിയത്. 3 ദിവസമായപ്പോൾ ഈ GTA 5 $1 ബില്യൺ വാരിക്കൂട്ടിയത്. മില്യൺ അല്ല, ബില്യൺ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്പർ ആയിട്ട് തോന്നുമല്ലേ. ലോകം ഇന്ന് കൊണ്ടാടുന്ന ഇൻസ്റ്റാഗ്രാം എന്ന കമ്പനി വർഷങ്ങൾക്ക് മുന്നേ ഫേസ്ബുക്ക് വാങ്ങിയത് $1 ബില്യൺ. അവതാർ, മാർവലിന്റെ അവഞ്ചേഴ്സ് പോലുള്ള സിനിമകൾ ലോകമെമ്പാടും കിടന്ന് ഓടി നേടിയ കളക്ഷൻ GTA 5 3 ദിവസം കൊണ്ട് നേടിയെടുത്തു. എന്റർടൈൻമെന്റ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഇത്ര വേഗം സെല്ല് ചെയ്ത് ഇത്രയും കളക്ഷൻ വാരുന്നത് ആദ്യമായിട്ടായിരുന്നു. $265 മില്യൺ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഗെയിം 3 ദിവസമായപ്പോൾ $1 ബില്യൺ. ബാക്കി എല്ലാം അവർക്ക് പ്രോഫിറ്റ്. 7ഓളം വേൾഡ് ഗിന്നസ് റെക്കോർഡുകളാണ് ഈ ഗെയിമിന്റെ പേർക്കിരിക്കുന്നത്. അമ്പോ, ഇതൊക്കെ ഏത് കാലത്താണെന്നും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടല്. 2018 റോക്ക് സ്റ്റാർ RDR 2 നിയർലി 540 മില്യൺ ചെലവാക്കിയാണ് ആ ഗെയിം കൊണ്ടുവന്നത്. ഈ 2026 GTA 6 അവന്മാർ $2 ബില്യൺ. അവന്മാർ അതിന്റെ അപ്പുറം അതിനകത്ത് ഉണ്ടാക്കി വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവർക്കത് പറ്റുകയും ചെയ്യും. ഇതൊക്കെയാണ് GTA 5 ആ കാലയളവിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. ഇന്ന് ആ GTA 5 ഇറങ്ങി 13 വർഷങ്ങൾക്ക് ഇപ്പുറം GTA 6 ഇറങ്ങാൻ 6 മാസം ബാക്കി നിൽക്കെ. ഇത് പറയുമ്പോൾ നമുക്ക് വിഷമം വരും. ബില്യൺ കണക്കിന് ആൾക്കാരാണ് ഇന്നും ഈ GTA 5 എങ്കിലും ഒന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമായി നടക്കുന്നത്. സ്റ്റിൽ സത്യമാണ് ഞാൻ പറഞ്ഞത്. സോ എനിവേ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. Many stores in terms of the We've been playing this PlayStation 3, right? Got to have collectors. Yeah, spread. We've already